ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്രാവശ്യം മഴ നേരത്തെയാണ് അല്ലേ, അല്ലെങ്കിൽ സ്കൂൾ തുറന്ന പകുതിയൊക്കെ ആയിട്ടായിരിക്കും മഴ വരുന്നുണ്ടാവുക. ഇപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മഴ പാറ്റി പാറ്റി നിൽക്കുമായിരുന്നു. അപ്പോൾ ഏട്ടൻ പാല് വാങ്ങിയിട്ട് വരുമ്പോൾ നനഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും നല്ല മഴയുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എന്താ പറഞ്ഞാൽ ഇനി മഴക്കാലം കഴിയോളം അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ, മഴയും അതുപോലെ ഓരോരോ മരം ഇടിഞ്ഞു വീഴലും മരം പുഴങ്ങി വീഴലും ഓരോരോ നമ്മൾ വിചാരിക്കാത്ത ഓരോരോ കാര്യങ്ങളായിരിക്കില്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴക്കാലം പറയുമ്പോൾ തന്നെ പൊതുവെ എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര പേടിയാണ് അല്ലേ. പണ്ടേ പറയുമ്പോൾ നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഒഴുകി പോകാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ ഓരോരോ വീടും കാര്യങ്ങളൊക്കെ വന്ന കാരണം തന്നെ നമ്മുടെ വെള്ളം ഒഴുകുന്ന സ്ഥലമെല്ലാം അടഞ്ഞു പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒഴുകി പോകാനും ഒരു സ്ഥലവുമില്ല. അതുപോലെ ഓരോരോ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇവിടെ നിങ്ങളുടെ മഴക്കാലം കഴിയോളം എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം എല്ലാവരും ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ പൂവൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ കുറച്ച് അയൺ ചെയ്യാനുണ്ട് പറഞ്ഞിട്ട് ആൾ അതെല്ലാം എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അയൺ ചെയ്യണമൊക്കെ ഏട്ടൻ്റെ ജോലിയാണ് കേട്ടോ. എനിക്ക് അയൺ ചെയ്യാൻ അറിയുകയൊക്കെ ചെയ്യാം, പക്ഷേ നമ്മുടെ അയൺ ചെയ്യണ ബോക്സ് ഇത്തിരി പ്രശ്നമാണ്. അതിങ്ങനെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് നല്ല നല്ല ഡ്രസ്സൊന്നും ഞാനങ്ങനെ അയൺ ചെയ്യാറില്ല കേട്ടോ. അല്ലാണ്ട് സിമ്പിളായിട്ട് അത്ര ഇതില്ലാത്ത ഡ്രസ്സൊക്കെ ഞാൻ പെട്ടെന്ന് വേണമെങ്കിൽ അങ്ങനെ അയൺ ചെയ്തെടുക്കുക. അല്ലാണ്ട് നല്ല നല്ല ഡ്രസ്സൊക്കെ ഏട്ടനാണ് കേട്ടോ എപ്പോഴും അയൺ ചെയ്തെടുത്ത് തരാറുള്ളത്. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ പൂവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അതിന് ശേഷം പിന്നെ ഏട്ടൻ പിന്നെ അയൺ ചെയ്യാനും പോയിട്ടാ. പിന്നെ അവിടേക്ക് ഒന്ന് ക്ലിയർ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ രാവിലെയും രാത്രിയൊക്കെ നല്ല മഴയും നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോഴായിരിക്കും മഴ വരിക. ഇപ്പോൾ നേരത്തെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ച് ദിവസവും കൂടെ അങ്ങനെ മഴയത്ത് സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങാം അല്ലേ. നമ്മുടെ അശ്വിനൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. ആളിപ്പോൾ സ്കൂൾ അടച്ചുകൊണ്ട് തന്നെ മെല്ലെ കേട്ടോ രാവിലെ എണീക്കാറുള്ളത്. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ വിളക്കൊക്കെ ഓഫ് ചെയ്ത് അവിടെ നിന്നുള്ള പ്രസാദമൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുക്കിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഇന്നലെ രാത്രി നമ്മൾ കുറച്ച് ചോറും അതുപോലെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും തലേ ദിവസം കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുത്ത് വെക്കുമല്ലോ. അപ്പോൾ അതൊക്കെ രാവിലെ മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മൾ സാമ്പ്രാണി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കെട്ടപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് കൊടുക്കണം. ചായ കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ എണീക്കുന്നത് കൊണ്ട് തന്നെ വിളക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ ചായ അടുപ്പി വെക്കലും അതുപോലെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കലും ഒക്കെ കഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ മിക്കവാറും നമുക്ക് ഈ ചായ കുടിക്കുന്ന പരിപാടി വീഡിയോ എടുക്കാൻ സാധിക്കില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ ഇതെല്ലാം ഒപ്പം നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ വിളക്ക് വെക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുക, വിളക്ക് വയ്ക്കുക, അതൊക്കെ നമുക്ക് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സമാധാനത്തോടെ ഒന്ന് തൊഴുതാനും അതിനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മാത്രമേ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് വെക്കേഷൻ ആണെങ്കിലും ഞാൻ നേരത്തെ എണീക്കാറുണ്ട് കേട്ടോ. നേരത്തെ എണീച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കേഷൻ ആണെങ്കിലും ജോലികൾ കഴിയാത്ത പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ആദ്യമൊക്കെ ഞാനൊരു 5:45 അല്ല 5:45 4:45 4:30 സ്കൂളിലെ ടൈമിൽ എണീക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഒരു 5:15 കഴിഞ്ഞ് എന്തായാലും എണീക്കും. എന്താ പറയുക, അങ്ങനെ ശീലമായി കഴിയുമ്പോൾ നമ്മുടെ ജോലികളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെക്കേഷൻ ആണെങ്കിലും നേരത്തെ എണീക്കും കേട്ടോ. അപ്പോൾ ആ ഒരു മുടക്കം വരുത്താറില്ല. ചില ദിവസങ്ങളിൽ വയ്യായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇത്തിരി ലേറ്റായിട്ട് എണീക്കാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നേരത്തെ എണീക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുറച്ചല്ല ഒരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിയതാണ്. അപ്പോൾ ഞാനത് വേഗം ചെത്തിയപ്പോണ്ട് അതിൻ്റെ പാല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫ്രിഡ്ജിൻ്റെ മേലെ കുറച്ച് ഒരു പേപ്പർ വെക്കും. അതിങ്ങനെ നമുക്ക് പെട്ടെന്ന് എന്തിനെങ്കിലും അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ ഒരു ശീലമായി പോയിട്ട്. അപ്പോൾ എടുത്തതുണ്ട്, അത് ഇന്നലത്തെ പേപ്പറായിരുന്നു കേട്ടോ. പിന്നെ അത് എന്തിനെങ്കിലും വേണ്ടി വന്നാലോ പറഞ്ഞ് അത് മാറ്റി വെച്ച് ഞാൻ പിന്നെ വേറൊരു കഷ്ണം പേപ്പർ എടുത്ത് അതിൻ്റെ പാലൊക്കെ ഒന്ന് തുടച്ച് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ ഒരു അടി അടിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒക്കെ ചേർത്തിട്ട് ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ
വെള്ളമൊക്കെ തിളച്ചു, ചുവട്ടിന് അരിയൊക്കെ ഇട്ട് അതൊക്കെ തിളച്ചപ്പോൾ അതൊക്കെ കൊണ്ട് ഇറക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, വെക്കേഷൻ ആയതുകൊണ്ട് ലീവ് ആയതുകൊണ്ടൊക്കെ എന്താ പറയുക, നമ്മൾ നേരത്തെ എണിക്കുകയാണെങ്കിൽ ജോലികൾ നേരത്തെ തീർത്ത് സാധാരണ പോലെ തന്നെ നമുക്ക് ബാക്കി ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടണ്ട. പിന്നെ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം ചിലവഴിക്കാനോ നമുക്ക് ടി വി കാണാനോ അതിനുള്ള സമയങ്ങളെല്ലാം ഉണ്ടാകും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ തന്നെ എണീക്കാറുള്ളത്. അങ്ങനെ നമ്മളത് അടുപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഇപ്പുറത്ത് സിമ്പിളായിട്ടുള്ളൊരു മോരുകൂട്ടാൻ വെക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് തക്കാളി ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ തക്കാളി അതൊക്കെ ഒന്ന് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ വെക്കുന്നത് പോലെ തന്നെ തക്കാളി വെള്ളമൊഴിച്ചു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മുളക് കീറിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് കീറിയിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അതെല്ലാം ചെയ്ത് ഇതൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ അടുപ്പിൽ നമ്മുടെ ചക്കയും ഉരുളക്കിഴങ്ങും കൂടെ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ കടച്ചക്കയ്ക്ക് അധികം വേവില്ല, അത് കാരണം ഒരു വിസിലൊക്കെ അടിച്ചാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അധികം വിസിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നമ്മുടെ എന്താ പറയുക, തക്കാളി ഒന്ന് വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കയ്യോടെ തന്നെ നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് എടുത്ത സ്ഥാനത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ പാത്രങ്ങൾ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര തിക്കുമുട്ടൽ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ കഴുകേണ്ട പാത്രങ്ങൾ കയ്യോടെ കഴുകാൻ പറ്റിയ കയ്യോടെ കഴുകും, ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തു കൊണ്ട് വെക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പാത്രങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ മാറ്റിയെടുക്കണേ, അടുക്കള കുറച്ചൊന്ന് വൃത്തിയായിരിക്കും, നമുക്ക് ജോലി ചെയ്യാനും നല്ല ഉഷാറുണ്ടാകും കേട്ടോ. സമയമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈയോടെ തന്നെ കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വലിയ ഉള്ളി ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട്, നമ്മുടെ കടച്ചക്കയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചക്ക വിസിലടിച്ച് വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ തക്കാളിയിലേക്ക് നമ്മൾ തേങ്ങയും അതുപോലെ തൈരും ഒക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് തക്കാളി മാത്രം ഇട്ട് മോരുകറി വെക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വെക്കുന്ന ചക്ക കൂട്ടാൻ്റെ ചക്ക മസാലയല്ല കേട്ടോ, മസാല എന്ന് പറയാനുമില്ല, നമ്മൾ എന്താ പറയുക, മസാല കറി വെക്കില്ല, അതുപോലെ തന്നെ സിമ്പിളായിട്ടൊരു മസാല കറി, അധികം മസാല ഒന്നും ചേർക്കാത്ത കറിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ മോരുകൂട്ടാൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള തൈരും തേങ്ങയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയിലിട്ട് സാധാരണ വേവിക്കുകയാണെങ്കിൽ അങ്ങനെയും നമ്മുടെ ചക്ക വേവിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തിരക്ക് പിടിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ വേഗം തന്നെ കുക്കറിലൊന്ന് വേവിച്ചത് കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ നമുക്ക് ചോറ് എന്തായാലും നേരത്തെ കറികളെല്ലാം ആവണം, അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തത്. അങ്ങനെ നമ്മുടെ മോരുകൂട്ടാൻ റെഡിയായി. നമ്മളതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ചക്കയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതിപ്പോൾ രാവിലെ വെച്ച് നേരാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത്. പിന്നെ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായി തന്നെ ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. നല്ലപോലെ വഴണ്ട് നമ്മൾ മൈ പോലെ ആകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്ന് വാട്ടിയെടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അധികം എരിവില്ല. അപ്പോൾ അധികം എരിവ് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ മുളക് പൊടി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഒരു തക്കാളി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തക്കാളി എന്താ പറയുക, കുഴക്കനെ വഴറ്റിയെടുക്കുന്നില്ല കേട്ടോ. അത് ചേർത്ത് ഒന്നൊന്ന് ആവി കയറിയതും നമ്മളതൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ ചക്ക ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നല്ലപോലെ കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം ചക്ക ചേർക്കണം എന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ നമ്മുടെ തക്കാളി ഒരുപാടൊന്നും വേവിച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ആവി വന്നതിന് ശേഷം മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ ചക്കയും ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ച് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഇവിടെ കിടന്ന് ചെറിയ തീയിൽ കിടന്നിട്ട് നല്ലപോലെ നമ്മുടെ ഉപ്പും എരിവും എല്ലാം നമ്മുടെ ചക്കയിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ചേർക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിവിടെ ഞാൻ ചെയ്യുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ അമ്മ വരുന്ന സമയത്ത് കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞ ഏട്ടനോട്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് മാങ്ങ പറയുമ്പോൾ അമ്മയുടെ അനിയത്തി അമ്മയെ കാണാൻ വരുമ്പോൾ കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ, അതായത് എൻ്റെ മേമ. അപ്പോൾ അമ്മ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു 3-4 എനിക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ. കൊണ്ടുവരുന്ന സമയത്ത് പച്ചയായിരുന്നു, ഇപ്പോഴാണ് പഴുത്തിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുണ്ട് കേട്ടോ മാങ്ങ കഴിക്കാൻ
കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും നമ്മുടെ വീട്ടിലുണ്ടായതോ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മാങ്ങയെല്ലാം കഴിച്ചതിന് ശേഷം ഞാനിങ്ങനെ ഉമ്മർത്ത് വന്നാണ് കേട്ടോ. നോക്കുമ്പോൾ നമ്മുടെ അക്ഷയ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആളാകെ മൂഡ് ഓഫാണ് കേട്ടോ. മൂഡ് ഓഫിൻ്റെ കാര്യം വേറൊന്നുമല്ല, ആൾ +2 ആണ്. +2 എക്സാം കഴിഞ്ഞു. അതുപോലെ തന്നെ റിസൾട്ട് വന്നു. ആ റിസൾട്ടിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പ്രതീക്ഷിച്ച റിസൾട്ട് അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമം നല്ലോണം അവൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാനും ഏട്ടനും കൂടെ അവളെ സമാധാനിപ്പിക്കുകയാണ്. എന്താ മാർക്ക് കുറവൊന്നുമില്ല കേട്ടോ, നല്ല മാർക്കൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പോൾ എന്താ പറയുക, 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു. പക്ഷേ +2ന് അവൾ പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല. ആ ഒരു വിഷമം അവൾക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ വിഷമിക്കുന്നതിനേക്കാട്ടിലും ഞങ്ങൾക്കൊരു വിഷമമായോ എന്നുള്ളൊരു സങ്കടത്തിലാണ് കേട്ടോ. അപ്പം കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അവരവരുടെ മാക്സിമം എഫർട്ട് എടുത്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വിഷമം എന്തായാലും ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് കേട്ടോ ആൾ ഭയങ്കര മൂഡ് ഓഫിലിരിക്കുന്നത്. റിസൾട്ട് വരുമ്പോൾ തന്നെ 10ാം ക്ലാസ് റിസൾട്ട് വരുന്ന സമയത്ത് ഇത്രയും ടെൻഷൻ അവൾക്ക് ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. അത് അവൾക്ക് എക്സാം എഴുതിയപ്പോഴേ അറിയാം ഇത്രയൊക്കെ കിട്ടുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് 10ാം ക്ലാസ് റിസൾട്ട് വരുന്ന സമയത്ത് അവൾ നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഫുള്ളായിട്ട് കിട്ടുന്ന നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇപ്രാവശ്യം എഴുതിയപ്പോൾ അവൾക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അല്ലേ, നമ്മൾ എത്രയൊക്കെ നന്നായി പഠിച്ചാലും നമ്മൾ എക്സാം എഴുതുന്ന ആ ഒരു 2 മണിക്കൂറിൽ നമ്മൾ എന്താണോ എഴുതുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ അല്ലേ. ഇപ്പോൾ ഫുൾ A+ കിട്ടിയില്ല പറഞ്ഞിട്ടൊന്നും നമ്മൾ സങ്കടപ്പെടേണ്ട യാതൊരു കാര്യമില്ല അല്ലേ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ ആൾക്കാർക്കും ഓരോന്ന് ദൈവം വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെയല്ലേ വരുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഒരുപാട് അവർ പ്രഷർ ചെയ്ത് പഠിക്കാൻ പറയാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികളെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവർക്ക് സ്വയം തോന്നണം നമ്മൾ പഠിക്കണം എന്ന്. അല്ലാണ്ട് നമ്മൾ അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് പഠിക്കുക പറയുമ്പോൾ അത് എവിടെ എത്തില്ല. ആ പഠിപ്പിൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു കാര്യം നമുക്ക് സ്വന്തമായിട്ട് തോന്നണം. നമ്മളിങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാണ്ട് നമ്മൾ ഒരുപാട് പ്രഷർ ചെയ്യുമ്പോൾ എന്താ പറയുക, അത് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പഠിപ്പിൻ്റെ കാര്യം മാത്രമല്ല, ജീവിതത്തിൽ അങ്ങോളമുള്ള കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ അതൊക്കെ. നമ്മൾ പ്രഷർ ചെയ്തിട്ട് ആരെയും നമ്മൾ പ്രഷർ ചെയ്യാൻ പാടില്ല. പ്രഷർ ചെയ്യണമെങ്കിൽ അവർക്ക് കൂടെ തോന്നണം. നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ ഒരു സ്ഥിതിക്ക് എത്തുള്ളൂ, നമ്മളിങ്ങനെ പഠിച്ചാൽ മാത്രമേ നമ്മളിങ്ങനെ മുന്നോട്ട് വരുള്ളൂ എന്നൊക്കെ അവർക്ക് തന്നെ തോന്നേണ്ട കാര്യമാണ് അല്ലേ. അതുപോലെ അവൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവൾ പ്രതീക്ഷിച്ച റിസൾട്ട് അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സങ്കടം നല്ലോണം ആൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ വർത്തമാനം പറഞ്ഞ അവൾക്ക് എത്ര മാർക്കുണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. അവൾക്ക് 3 A+ ഉണ്ട് കേട്ടോ. സയൻസ് ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത്. 3 A+ ഉണ്ട്, 2 A ഉണ്ട്, ഒരു B+ ആണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഒരെണ്ണത്തിൽ 1 മാർക്കിനാണ് കേട്ടോ A+ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ പിന്നെ ഒരെണ്ണത്തിൽ 10 മാർക്കിനാണ് A+ പോയിട്ടുണ്ടായിരുന്നത്. അതാണ് അവൾക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നത്. അവൾ ഫുള്ളായിട്ടൊരു 4 A+ പ്രതീക്ഷിച്ചതായിരുന്നു. അതിലൊരു മാർക്ക് കുറഞ്ഞ കാരണം ഒരു A+ ഇല്ലാണ്ടായിട്ടാ. പിന്നെ ഒന്നിൽ 10 മാർക്ക്, അങ്ങനെ മൊത്തം 11 മാർക്കിലാണ് അവൾക്ക് 2 A+ നഷ്ടമായത്. അതിൻ്റെ സങ്കടമാണ് ആൾക്ക്. ഇനിയിപ്പോൾ അച്ഛന് ഒരുപാട് വിഷമമായാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. ആളും തന്നെ ഞങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ പഠിക്കണമെങ്കിൽ ഞങ്ങൾ പറയും ഇത്ര നേരം ഇരുന്ന് പഠിക്കണ്ട, മതി പഠിച്ചത്, ഒരു സമയമാകുമ്പോൾ കിടക്കാനും അതുപോലെ ഒരു സമയമാകുമ്പോൾ എണീറ്റ് അപ്പം പഠിച്ചാൽ മതി എന്ന് ഞങ്ങൾ രണ്ടാളും പറയാറുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഒരുപാട് പ്രഷർ ചെയ്താൽ കുട്ടികൾക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ അവളുടെ മനസ്സിൽ ആ സങ്കടം മാറുന്നേ ഇല്ല. അപ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ വിളിക്കണം. അപ്പോൾ അതാണ് ഇങ്ങനെ ഫോൺ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. രാവിലെ മെല്ലെയാണ് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എണീറ്റ് അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ അവളെ സമാധാനിപ്പിച്ചാണ്. കുഴപ്പമില്ല, സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ മസാല കറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് അതിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറുപയർ കൊണ്ടൊരു സിമ്പിളായിട്ടൊരു കറി കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തക്കാളി കൊണ്ടുള്ള മോരുകൂട്ടാൻ,
നമ്മുടെ കടച്ചക്ക മസാല കറി. അധികം മസാല ഒന്നും ചേർക്കാണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഒരു ചെറുപയർ കറി കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയ സമയത്ത് ഞാനും ഏട്ടനും കൂടെ കഴിക്കാൻ പോവുകയാണ്. അവൾ എണിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് അവൾക്ക് ഇപ്പം ചോറ് വേണ്ടാന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ, എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്, നേരത്തെ എണീറ്റതല്ലേ, അപ്പോൾ പിന്നെ നല്ല വിശപ്പായി. അപ്പോൾ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാനിരിക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് അക്ഷയ ചോറ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാൾ അവർക്ക് ഫസ്റ്റ് ചോറ് കൊടുക്കണം കേട്ടോ. അവർ എന്താ പറയുക, കഴിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ അവർക്കും ഭക്ഷണം കൊടുക്കണം കേട്ടോ. അപ്പോൾ അക്ഷയ കഴിക്കുന്നില്ല പറയുമ്പോൾ ഞാൻ അക്ഷയോടെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ അവർ മോര്, ഇന്നിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മീനൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ മോരൊഴിച്ചിട്ടാണ് കേട്ടോ ചോറ് കൊടുക്കാറുള്ളത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറേ ദിവസമായിട്ടോ എൻ്റെ കണ്ണിന് ഭയങ്കര ചൊറിച്ചിലായിട്ട് ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുള്ളി മരുന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികൾക്ക് അധികം പ്രഷർ കൊടുക്കാണ്ടിരിക്കുക. പഠിക്കുന്ന കാര്യത്തിലായാലും വേറെന്ത് കാര്യത്തിലായാലും അവർക്ക് പ്രഷർ കൊടുക്കരുത്. അവർ പറഞ്ഞ് മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ അവർ സ്വയം ബോധ്യപ്പെടുത്തുക. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ കുട്ടികൾക്കും ഒരു ബോധം വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ അശ്വിൻ സാറും എല്ലാം എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. എണീറ്റ് വന്ന് കിടന്ന വഴിക്കന്നെ യൂട്യൂബ് ഇത്തിരി കാണുകയാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്യൽ, പാത്രം കഴുകൽ, അങ്ങനെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അശ്വിൻ എണീറ്റ് വന്ന് പല്ല് തേച്ച് വന്നിട്ട് എന്താ പറയുക, വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ആൾ ഭക്ഷണം കഴിക്കാനായിട്ടോ. നല്ല മഴയുണ്ട് എപ്പോഴും പുറത്തൊക്കെ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. മഴയാണെങ്കിൽ നമ്മൾ തുടയ്ക്കേണ്ട സമയത്ത് തുടച്ചില്ലെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അത് വേഗം ഉണങ്ങിക്കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ സ്കൂള് തുറക്കാറായില്ലേ. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മഴയും എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലേ. ഈ മഴ എത്ര നേരം പെയ്തില്ലെങ്കിലും കുട്ടികൾ വരുന്ന കറക്റ്റ് നേരത്ത് പെയ്യുകയും ചെയ്യും. അവർ സ്കൂളിൽ പോകുന്ന നേരത്ത് കറക്റ്റായിട്ട് പെയ്യില്ലേ. ആ 2 സമയം നമ്മുടെ മഴ മിസ്സാക്കാറില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.